ഈ ലിവർപൂളിനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി. ഈ ലിവർപൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീമിനിട്ട് പണി കൊടുത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നും വെസ്റ്റ് ഹാമിന് നല്ല പണി കിട്ടി. വെസ്റ്റ് ഹാമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് 5-0 ലിവർപൂൾ വെസ്റ്റ് ഹാമിനെ തുരത്തി ഓടിച്ചത്. 5-0. ലൂയിസ് ഡിയാസ്, ഗാക്പോ, സല പിന്നെ എല്ലാ കളികളിലും ഗോൾ അടിക്കുന്നുണ്ട്, പണ്ട് കാര്യമില്ല. പിന്നെ ആർണോൾഡ്, ജോട്ട, 5 സ്റ്റാർ ലിവർപൂൾ എന്ന ലെവലിലാണ് ലിവർപൂൾ വെസ്റ്റ് ഹാമിന് തുരത്തി ഓടിച്ചത്. ലിവർപൂളിനെ ആർക്ക് പിടിച്ചു കെട്ടാൻ പറ്റും? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. പിന്നെ കഴിഞ്ഞ കളിയിൽ ലിവർപൂൾ 3-1 ആരെന്നെ ലെസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചിരുന്നു. സല അതിലും ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുമ്പത്തെ കളിയിൽ ടോട്ടനത്തിന് 6-3 തോൽപ്പിച്ചു വിട്ടത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ അടിച്ചടിച്ച് കൂട്ടി എല്ലാവരും മുക്കിലാക്കുന്ന തോന്നണേ. അപ്പം അങ്ങനെയാണ് ലിവർപൂളിൻ്റെ കഥ. ഇപ്പോൾ ലിവർപൂളും 2ാം സ്ഥാനത്തുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, അത് ഞാൻ ഞെട്ടിപ്പിക്കുന്നതാണ്. നോട്ടിംഗ്ഹാം കയറി 2ാം സ്ഥാനത്തെത്തി, അത് പിന്നെ പറയാം. അപ്പോൾ 2ാം സ്ഥാനത്തുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ട് ഇപ്പോൾ പോയിന്റ് വ്യത്യാസം 8 പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിവർപൂൾ 1ാം സ്ഥാനത്ത് 45 പോയിന്റ്, നമ്മുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 2ാം സ്ഥാനത്ത് 37 പോയിന്റ്. അങ്ങനെയാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2ാം സ്ഥാനക്കാരേക്കാൾ 8 പോയിന്റ് കൂടുതലാണ്. അവർ ലീഡ് കൂട്ടിക്കൊണ്ട് പോകുന്നു. എനിക്ക് പിന്നൊരു സാധ്യത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിവർപൂളിനെ അവസാനത്തോട് അടുക്കുമ്പോൾ അവർ കവാത്ത് മറക്കുന്നൊരു സ്വഭാവം അവർക്കുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യോർഗൻ ക്ലോപ്പ് ലിവർപൂൾ വിട്ട് പോവാന്നൊക്കെ മാനേജിങ് പണി പോവാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സീസണിൽ സത്യം പറഞ്ഞാൽ ലിവർപൂളിനെ പ്രീമിയർ ലീഗ് അടിക്കായിരുന്നു. പക്ഷേ അവസാനത്തെ ആയപ്പോൾ അവരുടെ കാല് തെറ്റി കുറച്ച് കളി തോക്കിങ്ങനെ ആയിട്ട് അവർ പിന്നെ പിന്നോട്ട് പോയി. അങ്ങനെയാണ് സിറ്റി സിറ്റി തന്നെ തോന്നുന്നു സിറ്റി കപ്പടിച്ച്. അങ്ങനെ ഒന്നും ഇപ്രാവശ്യം വന്നില്ലെങ്കിൽ ലിവർപൂൾ എന്തായാലും കപ്പടിക്കും. ഈ പോക്ക് കണ്ടിട്ട് അങ്ങനെയുണ്ട്. ഈ മത്സരക്കം ഇപ്പോൾ ഇന്ന് വെസ്റ്റ് ഹാമിന് 5-0, പിന്നെ കഴിഞ്ഞ കളിയിൽ നമ്മുടെ ലെസ്റ്റർ സിറ്റിക്കെതിരെ 3-1, അതിന് മുമ്പ് നമ്മുടെ ടോട്ടനത്തിനെതിരെ 6-3. ഈ റിസൾട്ടൊക്കെ കണ്ടിട്ട് ആകെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ഒരു ടീമുണ്ട്. ആരാ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അടുത്ത കളിയിൽ നമ്മുടെ ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂളിൻ്റെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ വെച്ചിട്ട് നേരിടാൻ പോകുന്നു. എന്തോ ജീവൻ കിട്ടിയാൽ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് എല്ലും കഷ്ണങ്ങളെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ആൻഫീൽഡാണ് അവരുടെ ഹോം ഗ്രൗണ്ടാണ്. ഇപ്പോൾ ലിവർപൂളിന് ഇപ്പോൾ ഹോം ഗ്രൗണ്ടൊന്നും അവേ ഗ്രൗണ്ടും ഒന്നുമില്ല. എവിടെ പോയാലും ആൾക്കാരെ ചാമ്പ് തന്നെയാണ് പണി. എനിവേ ഹോം ഗ്രൗണ്ടിലാണ് കളി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവസ്ഥ എന്താവുമെന്ന് കണ്ടറിയാം. അങ്ങനെയാണ് അത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ത് തന്ത്രമൊക്കെയാണ് അവർക്കെന്ന് അറിയില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അത്ര നല്ലതല്ലല്ലോ. പക്ഷെ ലിവർപൂളിൻ്റെ സ്റ്റാറ്റസ് വളരെ വലുതാണല്ലോ. അത് കാരണം കൊണ്ട് കണ്ടറിയണം എന്താവുമെന്ന്. അതും ആൻഫീൽഡിലാണ് കളി. അതവിടെ നിൽക്കട്ടെ. ഇനി പോയിന്റ് ടേബിൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരുവിധം ടീമുകളെല്ലാവരും 18 കളി 19 കളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ പകുതി കളിയോളം കഴിഞ്ഞപ്പോൾ ലീഗിൻ്റെ ടേബിൾ എടുത്ത് നോക്കുമ്പോൾ 1ാം സ്ഥാനത്തിരിക്കുന്നത് ലിവർപൂൾ 45 പോയിന്റ്, 2ാം സ്ഥാനത്തിരിക്കുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഞാൻ ഞെട്ടിപ്പോയത് 37 പോയിന്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. അപ്പോൾ എനിക്ക് ഇത് കാണുമ്പോൾ കൂടി പകുതി ആയിട്ടില്ല, ഇനിയും പകുതി മത്സരങ്ങളുണ്ട്, എന്ത് സംഭവിക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലെസ്റ്റർ സിറ്റിയാണ്. ലെസ്റ്റർ സിറ്റി എല്ലാ വൻകിട ടീമുകളെയും പറ്റിച്ചിട്ട് കപ്പെടുത്തൊരു സമയം ഉണ്ടായിരുന്നു. 2016-17 സീസണാണ്, 15-16 സീസണാണ് അറിയില്ല, റെയ്നറുടെ അണ്ടറിൽ. എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഇനി എങ്ങാനും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കപ്പെടുത്താലോ, ലിവർപൂളിന് അവസാന നിമിഷം കാലിടറിയാലോ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. കാരണം ലെസ്റ്റർ സിറ്റി അന്ന് കൊമ്പന്മാരായ ടീമുകളൊക്കെ അട്ടിമറിച്ചിട്ടാണ് കപ്പെടുത്തത്. ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം, ഫുട്ബോളാണ്. 3ാം സ്ഥാനത്തുള്ളത് ആഴ്സണൽ, 4ാം സ്ഥാനത്തുള്ളത് ചെൽസി, 5ാം സ്ഥാനത്തുള്ളത് സിറ്റി. അങ്ങനെയാണ് കിടക്കുന്നത്. ചെൽസി 2 വരെ കയറിയതായിരുന്നു. ചെൽസിക്ക് അടി പതറിയത് ഫുൾഹാമിനെതിരെ കഴിഞ്ഞ വീക്കിൽ തോറ്റ 2-1 തോറ്റക്കാരനാണ്. പക്ഷേ ഈ ടീമുകളൊക്കെ ഒരു പോയിന്റ് വ്യത്യാസമാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 45 പോയിന്റ് ലിവർപൂൾ ഫസ്റ്റ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 38 പോയിന്റ്, 37 പോയിന്റ് അങ്ങോട്ട്. 2ാം സ്ഥാനത്ത്
പിന്നെ 37 പോയിന്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 2ാം സ്ഥാനത്ത്, 36 പോയിന്റ് ആഴ്സണൽ 3ാം സ്ഥാനത്ത്, 35 പോയിന്റ് ചെൽസി 4ാം സ്ഥാനത്ത്. അങ്ങനെ ലെവലിലാക്കണം, ഓരോ പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. അതിപ്പോൾ അങ്ങോട്ട് 3ഉം 4ഉം 2ഉം 3ഒക്കെ അങ്ങോട്ട് മാറി മാറി വരും. അപ്പം എങ്ങനെയാണ് നമ്മുടെ പ്രീമിയർ ലീഗിൻ്റെ അവസ്ഥ? എന്തും ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാം. പക്ഷേ ലിവർപൂളിന് ആർക്ക് പൂട്ടിക്കെട്ടാൻ പറ്റും? കമൻറ്റ് ചെയ്യുക.